ശ്രീ കേണൽ ഡിന്നി, ഇവിടെ ശ്രീ ജോസഫ് ആന്റണി സാർ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഇതിനൊരു കണ്ടിന്യൂവേഷൻ ആവശ്യമാണ്. കാരണം വർഷങ്ങളായി ഭീകരതയുടെ തിക്തഫലം അനുഭവിക്കുന്ന രാജ്യമാണ്. ഈ ലോകരാജ്യങ്ങളെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമുക്കറിയാം, ഈ 15 ദിവസത്തെ ഒരു സാവകാശമൊക്കെ ലഭിച്ച് നമ്മുടെ അംബാസഡർമാരൊക്കെ വിവിധ രാജ്യങ്ങളിലൊക്കെ അന്ന് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച്, ആക്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മറ്റും. അതിനുശേഷം ഇപ്പോൾ ഡെലിഗേഷൻ പോകുന്നു, വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതിന് 32 രാജ്യങ്ങളോളം 10 ദിവസ ദൗത്യത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ലോകരാജ്യങ്ങളുടെ പൂർണ്ണമായ ഒരു പിന്തുണ, ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് ഇത്തരം അക്രമങ്ങൾ ഉണ്ടായാൽ നമ്മളതിന് തിരിച്ചടി നൽകാൻ ലഭിക്കുമെന്നും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനാകുമെന്നും അല്ലെ പാകിസ്ഥാനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനെങ്കിലും ഇവർക്കൊക്കെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ നമുക്കുണ്ടോ? നോക്കൂ രഞ്ജിത്ത്, ഞാൻ പ്രൊഫസർ ജോസഫ് ആന്റണി സാർ പറഞ്ഞതിനകത്ത് കംപ്ലീറ്റ്ലി യോജിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള റീസൺ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ നേതൃത്വ ലെവലിൽ മറ്റുള്ള രാജ്യത്തിലേക്ക് പോകുന്നതിന്റെ റീസൺ അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ നറേറ്റീവ് ഇന്ത്യ പാകിസ്ഥാൻ കശ്മീർ ഇഷ്യൂ അല്ല. ഇത് ഭാരതത്തിലേക്ക് പാകിസ്ഥാൻ ചെയ്യുന്ന ഭീകരവാദത്താണ് മെയിൻ ഇഷ്യൂ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. കാരണം വെസ്റ്റേൺ മീഡിയയിൽ പ്രത്യേകിച്ച് അതൊരു ഇന്ത്യ പാകിസ്ഥാൻ അതിന്റെ ബേസിക് കാരണം കശ്മീരാണ്. അതുകൊണ്ടാണ് ഈ വർഷങ്ങളായിട്ട് ഈ പ്രശ്നം നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, 1000 വർഷമായിട്ട് ഇങ്ങനെ പ്രശ്നം നടക്കുന്നു. അപ്പൊ ആ ഒരു നരേറ്റീവിനെ മാറ്റി ഇത് ഒരു ഭീകരവാദത്തിന്റെ ഇഷ്യൂ ആണ്, ആ ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത്. അതിന് ഇന്ത്യ മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അതിനകത്ത് എഫക്ട് വരും, അത് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമതായിട്ട് ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് പാകിസ്ഥാൻ ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അവർ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രാജ്യം എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഏതെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ തന്നെ എങ്ങനെയാണ് പറയുന്നത്? അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് ഒരു റെസ്പോൺസിബിൾ രാജ്യം പാടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ലോങ് ടേം സ്ട്രാറ്റജിയാണ്, ഇതൊരു വൺ ഓഫ് സ്ട്രാറ്റജി അല്ല. അതായത് നമ്മൾ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് അല്ലെങ്കിൽ അത് ചെയ്തും കൊണ്ട് മാത്രമല്ല. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ FATF പോകും. IMFന്റെ ഓൾറെഡി നമ്മൾ ധാരാളം പ്രഷർ കൊടുക്കുന്നുണ്ട്. IMF ഓൾറെഡി കുറെ വ്യവസ്ഥകൾ വെച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ എന്തൊക്കെയാണ് പാലിക്കേണ്ടുള്ളതെന്ന്. ആ പാലിച്ചാൽ മാത്രമേ പണം തരത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് ഇനി നെക്സ്റ്റ് വരുന്ന അതിനു വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള ഒരു വന്നിട്ടുണ്ട്. ഇനി FATF ഗ്രേ ലിസ്റ്റിലായിരുന്നു, ആ ഗ്രേ ലിസ്റ്റിൽ നിന്നും മാറിയാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ വീണ്ടും ഗ്രേ ലിസ്റ്റിലേക്ക് വരണമെങ്കിൽ ഈ ധാരാളം രാജ്യങ്ങളുടെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് പറയണം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഇതിന്റെ ഒരു റിയൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ രഞ്ജിത്ത്, നമ്മുടെ കഥ പറഞ്ഞില്ലെങ്കിൽ, നമ്മുടെ നരേറ്റീവ് പറഞ്ഞില്ലെങ്കിൽ, ഇപ്പോ വെസ്റ്റേൺ മീഡിയ പാകിസ്ഥാൻ എന്താണോ പറയുന്നത് ബ്രോഡ്ലി ആ രീതിയിലേക്കുള്ള ഒരു കാര്യമാണ്. അതാണ് ക്രിസ്ത്യൻ അവരും പറഞ്ഞത്. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ശൈലിയാണ്. നോക്കൂ, കശ്മീരിനെ കുറിച്ച് BBC പറയുന്നതാണ് ഫൈനൽ വേർഡ്. പക്ഷെ കശ്മീരിന്റെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് G20 അവിടെ സമ്മിറ്റിൽ ആളുകൾ വന്നപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ അവിടെ വന്നപ്പോഴാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളെ സൈഡ് ഓഫ് സ്റ്റോറിയും അറിയണം. ആ സ്റ്റോറിയും കൂടെ അറിയാൻ വേണ്ടി കൂടെ ആണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നോക്കൂ, ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു ന്യൂസ് നോക്കിയായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് പോലത്തെ ഉള്ള ഒരു പത്രം, അതിന്റെ ഒരു ന്യൂസ് ഇന്ന് വന്നേക്കുന്നത്, അതായത് യുണൈറ്റഡ് നേഷൻസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ഭാരതം റോഹിംഗ്യാസിനെ ബോട്ടിൽ കൊണ്ടുപോയി അവിടെ എവിടെയോ കടലിൽ മുക്കിക്കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഇന്ത്യയിലുള്ള ഏതെങ്കിലും മാധ്യമ സ്ഥാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് വന്നു. പക്ഷെ ന്യൂയോർക്ക് ടൈംസിന് അങ്ങനെ ഒരു ന്യൂസ് വന്നു. ആൻഡ് അവിടുന്ന് ആരോ ഏതോ ഒരു ഒഫീഷ്യൽ പറയാണ് ഇന്ത്യൻ ഗവൺമെന്റ് വന്ന് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്ങനെയാണ് അത് അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇതുപോലത്തെ ഒരു നരേറ്റീവ്സ് ആണ് അവിടെ പോകുന്നത്. അതുകൊണ്ടാണ് ശ്രീ ജോസഫ് ആന്റണി സാർ പറഞ്ഞത്. കാരണം നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലുള്ള പ്രശ്നവും നമ്മുടെ പ്രശ്നങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുമ്പോഴും അത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നമുക്കുണ്ടായ ഒരു തിരിച്ചറിവ്, അതിലൊരു വൈകല്യം ഒക്കെ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടാണ് അതിപ്പോഴെങ്കിലും വൈകിയ വേളയിലെങ്കിലും അത്തരം ഡെലിഗേഷന് പോകുന്നതിന്റെ പ്രസക്തിയും വളരെ വലുതാണ്. അബ്സല്യൂട്ട്ലി അത് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു കാര്യത്തിൽ കുറച്ച് സ്ലോ ആയിരുന്നു. കാരണം നമ്മളെ ഒരു ശൈലി ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നത് അതൊരു ഭാരതത്തിന്റെ ഒരു രീതിയാണ്. നമ്മൾ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ നമ്മൾ കൊട്ടിഘോഷിക്കാറില്ല. അതാണ് പണ്ടത്തെ ഒരു നമ്മളെല്ലാവരും എവിടെ ആയാലും ശരി, നമ്മൾ ആ രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ നമുക്ക്, അത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് നെഹ്റു തൊട്ടതായാലും ശരി, അത് നമ്മൾ ചെയ്യുക, നമ്മളെ കാര്യങ്ങൾ ലോകം അത് കണ്ട് മനസ്സിലാക്കും. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനല്ല.
ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലത്തും ഇന്നത്തെ ന്യൂ ടെക്നോളജിയുടെ കാലത്തും ആളുകൾക്ക് സ്റ്റോറീസ് എല്ലാം അവരുടെ കയ്യിൽ മൊബൈലിൽ കിട്ടുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സൈഡ് ഓഫ് സ്റ്റോറി പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള കഥകൾ പറയും. അതിന്റെ ഒരു 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 ഭവിഷ്യത്താണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇന്ന് ഇത്രയൊക്കെ ആയിട്ടും പാകിസ്ഥാൻ ഇത്ര വലിയൊരു ഒരു തിരിച്ചടി കിട്ടിയിട്ടും അവിടെ ജനറൽ അസീം മുനീറിനെ അവർ ഫീൽഡ് മാർഷലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കുക, വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ നടക്കുന്ന കാര്യമാണ്? അവരുടെ സൈന്യത്തിന് തിരിച്ചടി കിട്ടി, അവരുടെ ബേസസിനെ ആക്രമിച്ചു, അവരുടെ ടെററിസ്റ്റ് ക്യാമ്പിനെ ആക്രമിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ സൈന്യത്തിന്റെ തലവനെ പിടിച്ച് ഫീൽഡ് മാർഷലാക്കിയാണ്. അപ്പൊ ആ സ്റ്റോറിയാണ് അവരവിടെ സെല് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ഡെലിഗേഷന്റെ കോമ്പോസിഷൻ, അതിനകത്തുള്ള ആളുകളുടെ ആ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന്, ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന്, ഡൈവേഴ്സ് ആയിട്ടുള്ള റിലീജിയനിൽ നിന്ന്, അങ്ങനെ ഒരു നമ്മുടെ ഭാരതത്തിന്റെ ഒരു എന്താ പറയുക ഒരു ക്രോസ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡെലിഗേഷൻ എല്ലാ പാർട്ടികളുടെ ആളുകളും ഉണ്ട്, മിക്കവാറും എല്ലാ പാർട്ടികളിലും ഉണ്ട്, മിക്കവാറും എല്ലാ റീജിയന്റെ ഉണ്ട്, എല്ലാ മതത്തിന്റെ ഉണ്ട്, എല്ലാ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉണ്ട്. അവര് പോകുമ്പോൾ അവര് ഇവിടെ എന്ത് രാഷ്ട്രീയം വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെന്ത് രാഷ്ട്രീയം ഇവിടെ ചെയ്യും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം ഒറ്റ വാക്കിലായിരിക്കും സംസാരിക്കുന്നത്, ഭാരതത്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, ഭാരതത്തിന്റെ ഇൻട്രസ്റ്റിനെ നന്മയെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അവിടെ ചെന്ന് അവരങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നറേറ്റീവ്സ്, അതായത് വെസ്റ്റേൺ മീഡിയാസ് പറയുന്ന പോലത്തെ നറേറ്റീവ്സ് അങ്ങനെ അല്ല എന്ന് വിശ്വസിപ്പിക്കാൻ കുറച്ചുകൂടെ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ഡെലിഗേഷന്റെ ഇമ്പോർട്ടൻസും എനിക്ക് തോന്നുന്നു അത് വളരെ കറക്റ്റ് ടൈമിനാണ് പോകുന്നത്, കറക്റ്റ് ഡെലിഗേഷൻ ആണ് പോകുന്നത്. അതിനകത്ത് എടുത്തിട്ടുള്ള ഓരോരുത്തരും അവർ കോമ്പറ്റന്റ് ആണ്, അവർ അതിനകത്ത് ഭാരതത്തിന്റെ ഇൻട്രസ്റ്റ് കാത്തു സൂക്ഷിക്കാൻ പറ്റിയുള്ള കഴിവുള്ളവരാണ് പോകുന്നതെന്നാണ് ഏറ്റവും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ജോസഫ്